ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു സങ്കീർത്തനമാണ് പഠിക്കുവാൻ പോകുന്നത്. 19-ാമത്തെ സങ്കീർത്തനമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഈ സങ്കീർത്തന പഠനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സങ്കീർത്തന പഠനം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നോക്കാം 19-ാമത്തെ സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ നിന്ന് തന്നെ ഈ സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ ആരാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. അപ്പോൾ 19-ാം സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ ദാവീദാണെന്ന് മനസ്സിലാക്കാം. 19-ാം സങ്കീർത്തനത്തിൽ ആകെ 14 വാക്യങ്ങളാണ് ഉള്ളത്. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദാവീദ് തൻ്റെ ജീവിതത്തിലെ ഏത് സന്ദർഭത്തിൽ ഇതെഴുതിയെന്നത് വ്യക്തമല്ല. എങ്കിലും തൻ്റെ പിതാവിൻ്റെ ആടുകളെ മേയിച്ച് കാനനത്തിലായിരുന്ന കാലത്ത് തനിക്ക് പ്രകൃതിയിൽ നിന്നും കിട്ടിയ അറിവും ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച അറിവും ഒരുപോലെ സംയോജിപ്പിച്ച് ഈ സങ്കീർത്തനത്തിന് വർണ്ണം ചാർത്തിയിരിക്കുന്നു. ഇനി ഈ സങ്കീർത്തനത്തിൻ്റെ വിഭജനം നോക്കാം. 14 വാക്യങ്ങളുള്ള 19-ാം സങ്കീർത്തനത്തെ 3 ഭാഗങ്ങളായിട്ട് വിഭജിക്കാം. ഇതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പ്രകൃതിയിൽ നിന്നുള്ള ദൈവിക വെളിപ്പാട്, 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ തിരുവെഴുത്തിൽ നിന്നുള്ള ദൈവിക വെളിപ്പാട്, 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ദൈവകൃപയ്ക്കായുള്ള അഭ്യർത്ഥന. ഇനി 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നോക്കാം. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്കുപൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിലെല്ലായിടവും അതിൻ്റെ അളവ് നൂലും ഭൂതലത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യനൊരു കൂടാരമടിച്ചിരിക്കുന്നു. അത് മണവറയിൽ നിന്നും പുറപ്പെടുന്ന മണവാളിനു തുല്യം. വീരനെപ്പോലെ തൻ്റെ ഓട്ടമോടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിൻ്റെ അറ്റത്തു നിന്ന് അതിൻ്റെ ഉദയവും അറുതി വരെ അതിൻ്റെ അയനവുമാകുന്നു. അതിൻ്റെ ഉഷ്ണമേകാതെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. ഇവിടെ ദാവീദ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തെ വാഴ്ത്തുന്നു. ഭൂമിയിൽ ആരും ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കാതിരിക്കുമ്പോഴും ദൈവിക സൃഷ്ടികളിൽ ആദ്യ സൃഷ്ടിയായ ആകാശം അവൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും ശക്തിയുള്ളത് സൂര്യനാണ്. ആ സൂര്യൻ പോലും ദൈവകൽപ്പന അനുസരിച്ച് ചലിക്കുന്നതായി കാണുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിജാലങ്ങളെല്ലാം തൻ്റെ സൃഷ്ടാവിനെ അറിയുമ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മാത്രം അവനെ അറിയാതിരിക്കുന്നത് ആശ്ചര്യമുള്ള സംഗതിയാണ്. അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിജാലങ്ങളെ കാണുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ടിവിടെ ദാവീദ് ദൈവത്തിൻ്റെ സൃഷ്ടിയെ കാണുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ സൃഷ്ടിജാലങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് ദാവീദ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു. ഇനി 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നോക്കാം. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേങ്കട്ടയിലും മധുരമുള്ളവ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ
പ്രതിഫലമുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശ്രേഷ്ഠത 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് വെളിപ്പെടുത്തുന്നു. ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ചട്ടം, ആജ്ഞ, വിധികൾ, കൽപ്പനകൾ, സാക്ഷ്യങ്ങൾ എന്നിവയെല്ലാം ദൈവവചനത്തെ ഉദ്ദേശിച്ചത്രേ പറഞ്ഞിരിക്കുന്നത്. ദാവീദ് ഇവിടെ പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ന്യായപ്രമാണം തികവുള്ളതാണ്, അത് പ്രാണനെ തണുപ്പിക്കുന്നതാണ്, അത് വിശ്വാസ്യമാകുന്നു. യഹോവയുടെ വചനം അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവയാണെന്നും അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നുവെന്നും യഹോവയുടെ കൽപ്പന നിർമ്മലമായതും അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതാണെന്നും മാത്രമല്ല യഹോവ ഭക്തി നിർമ്മലമായതാണെന്നും അതെന്നേക്ക് നിലനിൽക്കുന്നുവെന്നും യഹോവയുടെ വിധികൾ സത്യമെന്നും അവ നീതിയുള്ളവയാണെന്നും പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവയാണെന്നും തേനിലും തേൻകട്ടയിലും മധുരമുള്ളവയാണെന്നും ദാവീദ് ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്നു. ദാവീദ് പറയുകയാണ്, ആ വചനത്താൽ തനിക്കും പ്രബോധനം ലഭിക്കുന്നുവെന്ന്, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ടെന്നും ദാവീദ് ഇവിടെ വചനത്തെക്കുറിച്ച് വിളിച്ചു പറയുകയാണ്. അങ്ങനെയെങ്കിൽ വചനം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുന്ന ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ ആ വചനം വിടുതലായും ദൈവമഹത്വമായും വെളിപ്പെടുക തന്നെ ചെയ്യും. ഇനി നമുക്ക് അവസാന വാക്യങ്ങളായ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നോക്കാം. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ദാവീദിൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയാണ് നാം ഈ വാക്യങ്ങളിൽ കാണുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം 14-ാം വാക്യമാണ്. ഇവിടെ 14-ാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ഹൃദയത്തിലെ ധ്യാനമാണ് വാക്കുകളായി പുറത്തു വരുന്നത്. അതുകൊണ്ട് തൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണമെന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നു. കാരണം ഹൃദയങ്ങളെ അറിയുന്നവൻ ദൈവം മാത്രമാണ്. യിരെമ്യാ പ്രവചനം 17-ന്റെ 9 നാം അത് കാണുന്നു. ഇങ്ങനെയാണ് ഇവിടെ വായിക്കുന്നത്, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവുമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ? യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ സകല ഹൃദയങ്ങളെയും കാണുന്ന അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ള കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയവും കാപഠ്യവും വിഷവും ഇല്ലാത്തതായിരിക്കാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. ഈ സങ്കീർത്തനം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.